നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ക്യാൻവ ഫ്രീ കോഴ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാൻവയിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനാണ്. എങ്ങനെ ഒരു അടിപൊളി വീഡിയോ നമുക്ക് ക്യാൻവ ഉപയോഗിച്ച് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ഒരു വീഡിയോ ആകുമ്പോൾ അതിനെന്തൊക്കെ വേണം എന്ന് നമ്മൾ ആദ്യം നോക്കാം. ഒരു വീഡിയോ ആകുമ്പോൾ ഒരു പ്രസൻറ്റേഷൻ വീഡിയോ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിനൊരു ടൈറ്റിൽ വേണം. അതിൽ ഇപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ആണെങ്കിൽ ആദ്യം ട്രാവലിനെ കുറിച്ച് അതിൻ്റെ ഹെഡിങ് ഒക്കെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ആദ്യം കൊടുക്കണം. ഒരു ടൈറ്റിൽ വേണം. അതിനുശേഷം ട്രാവൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാകും. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഉണ്ടാവും, ട്രാൻസിഷൻ ഉണ്ടാവും. അതിൽ ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരോ അല്ലെങ്കിൽ വിശദമായിട്ട് നമ്മൾ പറയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കും. അവസാനം വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കമ്പ്യൂട്ടറിലാണെങ്കിൽ വീഡിയോസ് എന്ന് കാണാം. അവിടെ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ബ്ലാങ്ക് കാണാം. അതെടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ പുതിയ ഒരു ഡാഷ്ബോർഡ് ഓണായി വരും. ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആഡ് ചെയ്യാനുള്ള ടൂൾസ് ഇവിടെ ടെംപ്ലേറ്റ്സ് ആയിട്ട് വരും. ഓക്കെ, ഇത് നമുക്ക് ഒരു ട്രാവൽ ബേസ്ഡ് വീഡിയോ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഓരോന്നും ഓരോ ലെയറുകളായിട്ടാണ് ചെയ്യുക. ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് ഓരോന്നും ഓരോ ലെയറായിട്ട് ചെയ്യണം. ഇപ്പോൾ ഈ ഒന്നാമത്തെ ലെയർ, ഇതാണ് ഒന്നാമത്തെ ലെയർ, പേജ് 1 എന്ന് കാണിക്കണം. ഇനി രണ്ടാമത്തെ എടുക്കണമെങ്കിൽ പേജ് 2 കൊടുക്കാം, മൂന്നാമത്തെ കൊടുക്കാൻ പേജ് 3 കൊടുക്കാം, അങ്ങനെ ഓരോന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ടൈറ്റിലാണ്. ടൈറ്റിലാവുമ്പോൾ ടൈറ്റിൽ എന്നുള്ളത് നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ടൈറ്റിലുകൾ കാണിക്കും. നമുക്കിപ്പോൾ ഒരു ട്രാവലിൻ്റെ ടൈറ്റിലാണ് വേണ്ടത്. അപ്പോൾ ട്രാവൽ വീഡിയോ ടൈറ്റിൽ എന്നടിച്ചു നോക്കാം, എന്താണ് വരുന്നത് നോക്കാം. ഓക്കെ, ഒരു അടിപൊളി, ഇത് നല്ലൊരു ടൈറ്റിലാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാട് ഇതുണ്ടാവും. ഈ ട്രാവലിന് മാത്രം അടിച്ചു കൊടുത്താൽ തന്നെ ഇഷ്ടംപോലെ വരും. ടൈറ്റിലിന് നമുക്ക് വേറെ കൊടുക്കാം, ട്രാവലിന് കൊടുത്തു നോക്കാം. ഉണ്ടല്ലേ, ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതൊരു പ്രീമിയം കണ്ടന്റ് ആണ് കേട്ടോ. അതാണ് ഇവിടെ എജൂന്ന് കൊടുക്കുന്നത്. പ്രീമിയം ടെംപ്ലേറ്റ് ഈസ് ഇൻക്ലൂഡഡ് വിത്ത് യുവർ ക്യാൻവ ഫോർ എഡ്യൂക്കേഷൻ പ്ലാൻ. കണ്ടില്ലേ, ഇവിടെ കണ്ടോ, ഇത് നല്ലൊരു പ്രീമിയം കണ്ടന്റ് ആണ്. ഇത് നല്ലൊരു ട്രാവൽ കണ്ടന്റ് ആണല്ലേ. ഇത് പ്രീമിയം അല്ല, അത് ഫ്രീ ആണ്. അടിപൊളി വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമുക്ക് എടുക്കാം. നേരെ അടിച്ചു കഴിഞ്ഞാൽ അതിവിടെ ഇതിലേക്ക് ആഡ് ആവും. അത് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഒരുപാട് പുതിയ നല്ല രസകരമായിട്ടുള്ള വണ്ടർഫുൾ ആയിട്ടുള്ള വീഡിയോസ് ടെംപ്ലേറ്റ്സ് വേറെ കാണാം. ഇത് നമുക്ക് ഏതും എടുക്കട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഇത് ക്ലിക്ക് ചെയ്താൽ മതി, അത് ഇങ്ങോട്ട് ആഡ് ആവും. ഓക്കെ, അപ്പം നമുക്കിവിടെ ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ആദ്യം നെറ്റും സ്ലോ ആണ്, സിസ്റ്റം ഹാങ് ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതെല്ലാവരും ക്ഷമിക്കുക, അങ്ങനെ അല്ലാതെ വേറെ മാർഗമില്ല. ഉണ്ടല്ലേ, ഇതിൻ്റെ ഈ വലിപ്പ സൈസ്, അതായത് ഇത് വേറൊരു പേജാണ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് പേജല്ല ആവശ്യം. ഇത് നമുക്കിപ്പോൾ ഇത് 3.4 സെക്കൻഡാണ് ആകെ ഈ വീഡിയോ ഉള്ളത്. ഇത് നമുക്ക് കുറച്ച് ലെങ്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ഓക്കെ, അത് സ്പീഡ് കുറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്യാൻ കമ്പ്യൂട്ടറിൻ്റെ സ്പേസ്, കീബോർഡിൻ്റെ സ്പേസ് നക്കി കഴിഞ്ഞാൽ പ്ലേ ആവും. അല്ലെങ്കിൽ ഇവിടെ പ്ലേ ഓപ്ഷൻ ഉണ്ട്, അത് നക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതിൻ്റെ നോർമൽ സൈസാണ് നേരത്തെ ഉണ്ടായിരുന്നത്, അത് നമ്മളിങ്ങനെ ആക്കി കൊടുത്താണ്. ഇനി ട്രാവലിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളും ഭാവങ്ങളും കൊടുക്കാനാണെങ്കിൽ നമുക്ക് അടുത്ത പേജ് എടുത്തിട്ട് ഇതും കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യും.
ഇത് വേറെ വന്നു. അപ്പോൾ അത് പുതിയ ലെയർ ആയിട്ട് എടുക്കുക, ഇത് കൊടുക്കുക. ഇനി ഇത് 3 നമുക്കുണ്ട്. ഓക്കെ, നമുക്കിങ്ങനെ ഇതിലിപ്പോൾ കുറേ ടെക്സ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഒന്നാമത്തേലുള്ള ടെക്സ്റ്റൊക്കെ എടുക്കട്ടെ, രണ്ടാമത്തേലുള്ള ടെക്സ്റ്റ് നമുക്ക് ഒഴിവാക്കാം, മൂന്നാമത്തേലും കുറച്ച് ടെക്സ്റ്റുകൾ ഉണ്ടാകും, ഇതൊക്കെ ഒഴിവാക്കാം. ഇതിന് നമുക്ക് ഒറ്റ സിംഗിൾ വീഡിയോ ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ അതിൽ നമുക്ക് വേറെ എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നമുക്ക് ലെങ്ത് ഒന്നും കൂടി കുറക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് വെൽക്കം ടു മൈ ബ്ലോഗ് എന്നൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ വെൽക്കം നമ്മുടെ ചാനലിൻ്റെ ആണ് കൊടുക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ കൊടുക്കേണ്ടത്, അതിൻ്റെ ചാനലിൻ്റെ പേരൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വെൽക്കംസ് ടു അല്ല, വെൽക്കം ടു. തൽക്കാലം ഞാൻ ഇവിടെ മൈ ബ്ലോഗ് കൊടുക്കാം. ഇപ്പോൾ ടെക്സ്റ്റ് അത്യാവശ്യം വലിയതായതുകൊണ്ട് നമുക്ക് ചെറുതാക്കാം. ഇതിന് എഫക്റ്റുകൾ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫക്റ്റ് കൊടുക്കാം. അതായത് ആനിമേഷൻ കണ്ടില്ല, ഈ ആനിമേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട രൂപത്തിലുള്ള ആനിമേഷൻ കൊടുക്കാം. ഒരുപാട് ആനിമേഷൻ ഇവിടെ കാണാം. ഏത് രൂപത്തിലുള്ള ആനിമേഷൻ വേണമെങ്കിലും കൊടുക്കാം. ഇതിങ്ങനെ പൊന്തി വരുന്നത്, പാനായിട്ടുള്ളത്, ഫെയ്ഡ് ചെയ്ത് വരുന്നത്, ഇങ്ങനെ സ്പീഡിൽ പോപ്പ് ചെയ്യുന്നത്, വൈപ്പ് ചെയ്യുന്നത്, ബ്ലറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ബ്ലറായി എടുത്തതെന്ന് കരുതാം. അതിന് സ്പീഡ് കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, സ്പീഡ് കുറക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. സ്പീഡ് കുറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ഇവിടെ ട്രാൻസിഷൻ, ആഡ് ട്രാൻസിഷൻ എന്ന് കാണാം. ഇതിലേക്ക് മാറുമ്പോൾ ഒരു ഡിസോൾവ് ആയിട്ട് ഒന്ന് ലയിച്ചു കൊണ്ട് മാറുന്ന രൂപമുണ്ട്. അതിന് സ്പീഡൊക്കെ കുറക്കാം. ഇങ്ങനെ ആവുന്നുണ്ട്, കളർ വൈപ്പ് ഉണ്ട്. ഏറ്റവും നല്ലത് ഡിസോൾവ് ആണ്. ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഇങ്ങനെ ഫ്ലോ ആയിട്ട് പോകുന്നതൊക്കെ ഉണ്ട്. ഡിസോൾവ് ആണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാൻസിഷൻ. ഇതിൽ നമുക്ക് ഡിസോൾവ് കൊടുക്കാം. ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ. ഡിസോൾവ്. ഇനി നമുക്ക് നമ്മുടെ വ്ളോഗിൽ എന്തൊക്കെയുണ്ട്, അതിലിപ്പോൾ നമുക്ക് ഓഷൻ ട്രിപ്സ് ഉണ്ടെങ്കിൽ ഓഷൻ ട്രിപ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ആഡ് ടെക്സ്റ്റ് ബോക്സ് എടുക്കാം. ഓഷൻ ട്രിപ്സ്. ഇതിൽ തന്നെ ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ എന്നുള്ള എടുത്തിട്ട് ഇത് കൊടുക്കാം. ഈ ആനിമേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെറും ടെക്സ്റ്റ് മാത്രമല്ല, നമുക്കിവിടെ ഒരു ബോക്സ്, ഇതിലൊരു ബോക്സിൻ്റെ ഉള്ളിലാണ് കൊടുക്കുന്നത്. ഈ എലമെന്റ്സ് എടുത്തതിന് ശേഷം ഇവിടെ ആദ്യം തന്നെ നമുക്കൊരു സ്ക്വയർ കാണാം. സ്ക്വയർ എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് തെറ്റാണ്, സ്ക്വയർ ആണ്. സ്ക്വയറിൽ ഇവിടെ ഇത് എടുക്കാം, ഷേപ്സ്. ഇതെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു സൈസിന് ഇത് മാറ്റി കൊടുക്കാം. ഇതിനാവശ്യമായിട്ടുള്ള സൈസ് ഓക്കെ, ഒട്ടാങ്കിലും കൊടുക്കാം. ഇതിപ്പോൾ തൽക്കാലം ഇവിടെ കൊടുക്കാം. അതിലേക്ക് ഈ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഇനിയിപ്പോൾ ഇതിൻ്റെ കളർ മാറ്റണം. ഇത് വലിപ്പം സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ കളർ മാറ്റാൻ ഇവിടെ കളർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ അവിടെ വരും. ഇതിൽ വൈറ്റ് ആണെങ്കിൽ വൈറ്റ് അങ്ങനെ കൊടുക്കാം. അതുപോലെ ഇത് റൗണ്ട് ആക്കണം, കുറച്ച് റൗണ്ട് ആക്കണം. അതിൻ്റെ ബോർഡർ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കോർണർ റൗണ്ടിങ്, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ റൗണ്ടായി കിട്ടും. ആദ്യം നേരെ ഒരു ഷാർപ്പായിട്ടുള്ളായിരുന്നു, ഇപ്പോൾ മാറി. ഇനി ഇതിന് നമുക്ക് പിന്നെ ആനിമേഷൻ കൊടുക്കാൻ ഇവിടെ ആനിമേഷൻ എടുക്കാം. ഇല്ലേ, ഇത് കൊടുത്താൽ മതി. അതേപോലെ ഇതിൻ്റെ ആനിമേഷൻ മാറ്റാൻ ഇവിടെ മാറ്റി കൊടുക്കാം. സാധാരണ ഒരു ടൈപ്പ് റൈറ്റിംഗ് ഉള്ളൊരു
ഇതുണ്ട്, അത് കൊടുത്താൽ ഭംഗിയാവും. ഇത് കൊടുക്കാം. പിന്നെ ഇതിന് എഫക്റ്റ് വേണമെങ്കിൽ എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റ് എടുക്കാം. നമുക്ക് കളർ മാറ്റണമെങ്കിൽ കളർ മാറ്റാം. ഒരു ഉദാഹരണമാണ് കേട്ടോ. ഏത് കളർ കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഓക്കെ, ഇനി അടുത്തത് പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഇത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നേരെ കോപ്പി ചെയ്യുക. സെലക്ട് ചെയ്ത് കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് അവിടെ നമുക്ക് മാറ്റാം. കാരിയൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. അതിനനുസരിച്ച് അതിൻ്റെ എഫക്റ്റുകളൊക്കെ ഇവിടെ വരും. ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ല, ടെക്സ്റ്റിൽ മാറ്റം ഉണ്ടാവുള്ളൂ. ടെക്സ്റ്റ് മാത്രമേ മാറുള്ളൂ. അത് നമുക്കിവിടെ മാറ്റം വരുത്താം. ഓക്കെ, അങ്ങനെ കൊടുക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ആഡ് ചെയ്യാൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, മ്യൂസിക് നമ്മുടെ അടുത്തുള്ളതാണെങ്കിൽ അത് നേരെ കൊടുക്കും. അപ്പോൾ യൂട്യൂബിൽ നമുക്കൊരു കോപ്പിറൈറ്റ് ഇല്ലാത്ത ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നിട്ട് നമ്മൾ ചാനലിന് സ്ട്രൈക്ക് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നുകിൽ അപ്ലോഡ് ചെയ്യാം. മ്യൂസിക് അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ്സ് നിർത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ഓഡിയോയിലാണ് മ്യൂസിക് വരും. മ്യൂസിക് ആണെങ്കിൽ അതുപോലെ ഇമേജ് ആണെങ്കിൽ അത് വരും. പിന്നെ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് വരും. ഒക്കെ ഇവിടെ വരും. ഓക്കെ, ഇവിടെ നമുക്ക് എലമെന്റ്സ് നമുക്കൊരു മ്യൂസിക് എടുക്കാം. മ്യൂസിക് കൊടുക്കാം. മ്യൂസിക് എടുത്തിട്ട് ഇവിടെ മ്യൂസിക് ഉള്ള ഓഡിയോ എന്നുള്ള ഓപ്ഷൻ കാണാം. ആദ്യം മ്യൂസിക് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കണം. നമുക്ക് താല്പര്യമുള്ളതാണ്. ഓക്കെ, ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അത് ഇവിടേക്ക് ആഡ് ചെയ്യാം. സെലക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, ആവശ്യമുള്ള അത്ര മാത്രം എടുക്കുക. ഓക്കെ, സ്പ്ലിറ്റ് ഓഡിയോ എടുത്തു കഴിഞ്ഞാൽ അത്ര ഭാഗം സ്പ്ലിറ്റൊക്കെ ചെയ്യാൻ പറ്റും. തൽക്കാലം അത് വേണ്ട, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം ഇത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. മ്യൂസിക്കൊക്കെ ശരിക്കും വർക്ക് ചെയ്യേണ്ടതാണ്. മൊത്തത്തിൽ നെറ്റ് സ്ലോ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് കേട്ടോ. നമുക്ക് ലാസ്റ്റ് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മ്യൂസിക് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ കൊടുക്കണം. ഈ വീഡിയോയിൽ ഒരു ട്രാവൽ വീഡിയോ കൊടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ട്രാവൽ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ വീഡിയോസ് ഇഷ്ടം പോലെ കിട്ടും. അതിൽ വീഡിയോസ് എടുക്കുക. കമ്പ്യൂട്ടറിലും മൊബൈലൊക്കെ ഒരേപോലെ തന്നെയാണ്. നേരെ കൂടി ആഡ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് സെലക്ട് ചെയ്താൽ മതി. അത് നമുക്കിവിടെ അടുത്ത പേജിൽ വരും. ഇത് നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ഒന്നും ചെയ്യാതെ നേരെ ഇതിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നേരെ വലിച്ച് ഇങ്ങോട്ട് കൊടുന്നാൽ മതി. അത് നമുക്ക് അടുത്തതിൽ നോക്കാം. ഇതിങ്ങനെ വലിച്ച് ഇതിലേക്ക് കൊടുന്നിട്ടാൽ മതി. അപ്പോൾ നേരെ അതിലേക്ക് ആഡ് ആവും. അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. എന്നിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഓഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓഡിയോൻ്റെ സൈസ് ഇപ്പം എത്രയാണ്, അത് നമുക്ക് ഇത്ര മതി എന്ന് വിചാരിക്കാം. അപ്പോൾ അത്രക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ അത്ര മാത്രമേ അത് പ്ലേ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം വീഡിയോ. ഈ വീഡിയോ ഒക്കെ നന്നായിട്ട് പ്ലേ ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മുടെ
നെറ്റും സിസ്റ്റമൊക്കെ പാടെ നമുക്ക് പണി ഒന്നാണ്. ഓക്കെ, ഇങ്ങനെയാണ് ഒരു വീഡിയോ. ഇതിൽ നമുക്ക് ആഡ് ട്രാൻസിഷൻ കൊടുത്തിട്ട് ട്രാൻസിഷനൊക്കെ ആഡ് ചെയ്യാം. തൽക്കാലം ഡിസോൾവ് കൊടുക്കാം, ഇവിടെയൊക്കെ ഡിസോൾവ് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് നിങ്ങൾ വർക്ക് ചെയ്തിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി. ഇനി ഈ വീഡിയോയിൽ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാം. എഡിറ്റ് വീഡിയോ എന്നുള്ള ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള രൂപത്തിലുള്ള കളറൊക്കെ ചേഞ്ച് ഒക്കെ ചെയ്യാം. കണ്ടില്ലേ, കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓൾ എടുത്തിട്ട് ഏതൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് താല്പര്യമുള്ള കളർ ഇവിടെ ആഡ് ചെയ്യാം. ഇതൊക്കെ കൊടുക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ഉണ്ട്, ഗ്രേ കളർ ഉണ്ട്, മോണോ, വിൻറ്റേജ്, വിവിഡ് ഒക്കെ ഉണ്ട്. ഇത് താല്പര്യമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. പ്ലേ ചെയ്ത് നോക്കിയാൽ അത് പ്ലേ ആവും. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഫിൽറ്ററിങ് ഒക്കെ ചെയ്തിട്ട് അടിപൊളിയാക്കാം. ഓക്കെ, ഇനി ഇതിപ്പോൾ ഒരു നോർമൽ വീഡിയോ ആണ്. ഇനി നമുക്കൊരു ക്ലാസ് എടുക്കുന്ന വീഡിയോ ഒരു സാറ് ക്ലാസ് എടുക്കുകയാണെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അയാൾ ക്ലാസ് ഇതെല്ലാം ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ വേറൊരു വീഡിയോ അതിന് ചെയ്യണ്ടല്ലോ. ഒരാളൊരു ക്ലാസ് എടുക്കുകയാണ്, ഒരു സ്കൂൾ ക്ലാസ് എടുക്കുകയാണെന്ന് കരുതുക. സ്കൂൾ ക്ലാസ്സാണ്. ഇപ്പോൾ സ്കൂൾ ക്ലാസ്സിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ഓഫ് എ ടീച്ചർ നോക്കാം. ഒരു ഓൺലൈൻ ക്ലാസ് ആണിത് നടക്കുന്നത്. ഒരു സാറ് ക്ലാസ് എടുക്കുകയാണ്. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ് എടുക്കുന്ന വിഷയം അത് നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്, അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്രീനിൽ അദ്ദേഹം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്, ഇതിൽ തന്നെ ഒരു വീഡിയോ തന്നെ മറ്റൊരു വീഡിയോ ഉൾപ്പെടുത്തേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? അപ്പോൾ ഇതിൽ തന്നെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്സ് ക്ലാസ്സാണ് എടുക്കുന്നത് കരുതാം. മാത്സ് ക്ലാസ് നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആണത്. ഈ വീഡിയോ ഈ ക്ലാസ് സാർ എടുക്കുമ്പോൾ തന്നെ അതിൽ കാണിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്താൽ മതി, ഇത് നേരെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇത് കൊടുത്ത് ഈ വീഡിയോ അതിൽ കാണിക്കുക. എന്നിട്ട് ഇതാ കണ്ടില്ലേ, അതുപോലെ കൂടുതൽ വലിയ വൃത്തിയോടെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഓക്കെ, ഇത് നമുക്ക് ബോർഡറൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. കോർണർ റൗണ്ട് ചെയ്യാം, ബോർഡറിനൊരു കട്ടിങ് അങ്ങനെയൊക്കെ കൊടുക്കാം, ബോർഡറിന് കട്ടി കൂട്ടാം, ഇല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിന് കളറൊക്കെ മാറ്റി വരുത്താം. സോറി, അതിൻ്റെ കളറല്ല, സെലക്ട് ചെയ്തതിൻ്റെ കളറാണ് മാറ്റേണ്ടത്. ഓക്കെ, ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഉണ്ടല്ലേ, ഇതാണ് കളർ. ഈ കളറൊക്കെ മാറ്റം വരുത്തട്ടോ. ഇത്രയും കട്ടിയൊന്നും വേണമെന്നില്ല, കട്ടി ചെറുതാക്കാം. ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഇത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് എവിടെ വെക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെക്കാം. അത് പറഞ്ഞെന്നു മാത്രം. അപ്പം ഇനി സാർ ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് അല്ലേ. സാറ് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ ഉടനീളം ഇത് കാണിക്കേണ്ട ആവശ്യമില്ല. സാറ് എവിടെയാണോ ഇത് കാണിക്കേണ്ടത് അവിടെ മാത്രം കാണിച്ചാൽ മതി. അപ്പം ആ ഭാഗം ഏതാണോ, ഉദാഹരണത്തിന് ഇത് 21 സെക്കൻഡ് ഉണ്ട്, ഞാൻ ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. 21 സെക്കൻഡാണ്. ഇതിൽ നമുക്ക് ഇവിടെ ഈ ഭാഗത്തെത്തുമ്പോഴാണ് സാർ എന്ത് ചെയ്യേണ്ടത്, സാറിന് അത് കാണിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് പേജ് എടുക്കുക. സ്പ്ലിറ്റ് പേജ് എടുത്തിട്ട് അവിടെ നമ്മൾ ഈ വീഡിയോ കൊടുന്ന് തട്ടുക. ഓക്കെ, ഇപ്പോൾ കുറേ ട്രിക്കുകളാണ്. എന്നിട്ട് ഇവിടെ നിന്ന് വിട്ടിട്ട് ഇതുവരെ മതി എന്നുണ്ടെങ്കിൽ അവിടെ സ്പ്ലിറ്റ് ചെയ്യുക, അവിടെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിന് ശേഷമുള്ള വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യണ്ട, അത് കാണിക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അവിടെ മാത്രം ഇത് കാണിക്കുള്ളൂ. ഓക്കെ ആണല്ലോ.
എല്ലായിടത്തും ഒരു വീഡിയോയിൽ നേരെ അത് കൊണ്ടുവച്ചാൽ അത് ലാസ്റ്റ് അത് എവിടെ തീരുന്നു അതുവരെ കാണിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ക്ലാസ് സാർ എടുക്കുന്നത് എവിടുന്നാണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് അവിടെ മാത്രം ഇത് കാണിച്ചാൽ മതി. എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ആവശ്യം വരില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വീഡിയോയിൽ മറ്റൊരു വീഡിയോ ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ്. അതേപോലെ തന്നെ ഇമേജൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ ഇത് ഒരു വീഡിയോക്ക് എൻഡ് ആകുമ്പോൾ എൻഡ് ഉണ്ടാവും. ആ എൻഡിന് നമുക്ക് എന്ത് ചെയ്യാം, താങ്ക്സ് ഫോർ വാച്ചിങ് എന്നൊക്കെ കൊടുക്കാമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇതിലുണ്ടാവും. താങ്ക്സ് ഫോർ വാച്ചിങ് കൊടുത്താൽ അവിടെ ഫോട്ടോസ് വീഡിയോസ് എന്ന് വേണം. ആ വീഡിയോസ് എടുക്കുക. താങ്ക് യു ഇത് കൊടുക്കാം. ഇവിടെ കൊടുത്തു. ഇതിൽ നമുക്ക് ട്രാൻസിഷൻ വേണമെങ്കിൽ ആഡ് ചെയ്യാം, വേണ്ട ട്രാൻസിഷൻ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രാൻസിഷൻ കൊടുക്കാം, ഇതൊക്കെ കൊടുക്കാം. ഒരു വീഡിയോ ആയി മാറി. ഇത് നമുക്കിനി ഇത്രയുള്ളൂ. വീഡിയോയിൽ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം. ഇതിൽ ഈ പൊസിഷനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ സ്ഥാനം മാറ്റണമെങ്കിൽ മുന്നിലേക്കോ ബാക്കിലേക്കോ ഒക്കെ ആക്കണമെന്നുണ്ടെങ്കിലുള്ള ഓപ്ഷനാണ്. ഇനി പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ കൊടുക്കാം, കൂട്ടുക ഒക്കെ ചെയ്യാം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇതിൻ്റെ പേര് മാറ്റാം കേട്ടോ. ട്രാവൽ വ്ളോഗ് എന്നൊക്കെ പേര് മാറ്റണമെങ്കിൽ ട്രാവൽ വ്ളോഗ്, ആ പേരിലാണിത് ഡൗൺലോഡായി വരിക. ഷെയർ എടുത്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കുക. ഇപ്പോൾ വീഡിയോ ആയിട്ട് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ MP4 വീഡിയോ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക. ഇതിപ്പോൾ 6 പേജുകളാണ് ടോട്ടൽ ഉള്ളത്. ഇതെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി സെലക്ട് ആണ്. ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ മാറ്റാം. പേജുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ വേണ്ടാത്തുണ്ടെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുക. ഡൗൺലോഡ് ആവും. വളരെ ഈസി ആയിട്ട് നമ്മുടെ വീഡിയോ ഡൗൺലോഡ് ആവും. ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഇതിൽ നെറ്റ് സ്ലോ ആയതുകൊണ്ട് നന്നായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല. ഇനി അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം കാണാം. ഡൗൺലോഡ് ചെയ്യാൻ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും. കാരണം 1080p HD വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായ ടൈം എടുക്കും. ഇവിടെ ആദ്യം പ്രോസസ്സ് ചെയ്യണം. പ്രോസസ്സ് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് വേണം നമുക്ക് കാണാൻ. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈം എടുക്കും. ഇപ്പോൾ വീഡിയോ നമുക്ക് ആർക്കൊക്കെ ഉപകാരപ്പെടും എന്ന് വെച്ചാൽ പ്രൊമോഷണൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടും. അത് ഈ വീഡിയോ തന്നെ ആവണമെന്നില്ല. ചിലപ്പം ഇൻസ്റ്റാഗ്രാമിനും അല്ലെങ്കിൽ ഫേസ്ബുക്കിനൊക്കെ പറ്റിയ ടൈപ്പ് വീഡിയോസ് ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ, ഇൻസ്റ്റാഗ്രാം റീൽസ്, അങ്ങനത്തെ റീൽസ് ഒക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ നമുക്ക് പിന്നീട് ഓരോ ക്ലാസ്സിൽ ഡെപ്തായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഡൗൺലോഡിങ് പ്രോസസ്സിങ് ആണ്. അതിന് ശേഷം അത് ഡൗൺലോഡ് ആവും. നമുക്ക് ആ ചെയ്ത വീഡിയോ ഒരു ഡെമോ ആയിട്ട് ഇവിടെ കാണിച്ചു തരും. ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് ആയാൽ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവും. ഇതിപ്പോൾ ഓൺലൈനായിട്ട് പ്രോസസ്സ് നടക്കുകയാണ്. ഇനി അത് സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആകുമ്പോൾ വേറെ കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ ഓൺലൈൻ കോച്ചിങ് നടത്തുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഉപകാരപ്പെടും. ഞാൻ ക്ലാസ് എടുക്കുന്നത്, എൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ നേരത്തെ ഞാനിവിടെ എലമെൻറ്റ്സ് അപ്ലോഡ്സ് കാണിച്ചപ്പോൾ അതിൽ പല രീതിയിലുള്ള ഫോട്ടോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ എടുക്കുന്ന ക്ലാസ്സിന് കൊടുക്കുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ്. പല വേറെ വ്ളോഗേഴ്സിനൊക്കെ ഞാൻ പോസ്റ്ററുകളും ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വ്ളോഗറുടെ ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, ക്ലാസ് എടുക്കുന്ന ആളുകൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണ് ക്യാൻവയുടെ ഈ വീഡിയോ എഡിറ്റിംഗ് ടൂള്. നമ്മൾ വീഡിയോ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് നമുക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാം. ഇതിന് ഒരുപാട് സ്കില്ലിൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ പ്രൊഫഷണൽ വീഡിയോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് ക്യാൻവ മതിയാവില്ല. അതിന് ക്യാപ് കട്ട് പോലെയുള്ള അല്ലെങ്കിൽ അഡോബ് പ്രീമിയർ പ്രോ ഒക്കെ പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ട് കൂടുതൽ ഫങ്ഷൻസൊക്കെ ടൂൾസൊക്കെ ഉപയോഗിച്ച് നമുക്കത് അട്രാക്റ്റീവ് ആക്കാം. ക്യാൻവ എന്ന് പറയുന്നത് ഓൾറൗണ്ട് ടൂളാണ്. എല്ലാം ഒന്നിൽ ഒതുക്കിയതാണ്. അപ്പോൾ അതിൻ്റെതായ പരിമിതികൾ ക്യാൻവയ്ക്ക് ഉണ്ടെങ്കിലും അത്യാവശ്യം എല്ലാതും ഇതിൽ അവൈലബിൾ ആണ്.
നമുക്ക് വീഡിയോസൊക്കെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതൊന്നും കോപ്പിറൈറ്റ് ഉള്ള വീഡിയോ അല്ല, ഇതൊക്കെ അവരുടേതായ കണ്ടന്റ് ആയതുകൊണ്ട് നമുക്ക് എവിടെയും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ അവിടെ ഡൗൺലോഡായി, നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കുറച്ച് ടൈം എടുക്കും, ക്ഷമ വേണം. വീഡിയോ വരുമെന്ന് വിശ്വസിക്കുന്നു. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാവരും. തൽക്കാലം വീഡിയോ നമുക്ക് കാണാതിരിക്കില്ല നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ഭയങ്കര ഹാങ്ങാണ്. അതായത് ഇങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക എല്ലാവരും. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കരുതുക. ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. എന്ത് ചെയ്യാൻ? ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ക്യാൻവ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് നടത്താം. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു.